ഗായ്സ്, ഇതൊരു ടെമ്പിൾ വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. രാവിലെ എണീക്കാൻ ലേറ്റായി പോലെ വെച്ചിട്ട് തലേ ദിവസം തന്നെ സാരി ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാരി ഉടുക്കാൻ അറിയില്ലെങ്കിലും സാരി എടുത്ത് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സാരി എടുക്കുന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല, കാരണം സാരി എടുത്ത് നടക്കാൻ എനിക്കറിയില്ല. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ സാരി എടുക്കാൻ വരുമ്പോൾ ഒരു സ്പെഷ്യൽ വൈബ് തന്നെയല്ലേ. അങ്ങനെ സാരിയൊക്കെ എടുത്ത് ഫസ്റ്റ് പുറപ്പെട്ട എൻ്റെ അഹങ്കാരമാണ് ഇപ്പോൾ കാണുന്നത്. എവിടെ പോകുമ്പോഴും കണ്ണാടിയിൽ നോക്കിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ള പതിവാണെങ്കിലും ഇതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ തിരിച്ചില്ല. ഞാനും അതിനെ പൊന്നിച്ചും കൂടെയാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ എത്തിച്ച് കാണാം ഗായ്സ്. സാരി എടുത്ത് നടക്കാൻ ഞങ്ങൾക്ക് 3 ആൾക്ക് അറിയത്തുണ്ട്. ഓട്ടോ വിളിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. റെഡിയാവുന്ന തിരക്കിൽ ഏത് അമ്പലത്തിലോട്ടാണ് പോകുന്നതെന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കൊയിലാണ്ടിയിലെ തന്നെ ഒരു അത്ഭുതമായ ഉരുപുണ്യകാവിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇതൊരു സാധാരണ അമ്പലമല്ല. കുറച്ച് സാഹിത്യമൊക്കെ കൂട്ടി പറയുകയാണെങ്കിൽ മലബാർ തീരത്തോട് ചേർന്ന് ആർത്തിരമ്പി നിൽക്കുന്ന അറബിക്കടലിനെ സാക്ഷിയാക്കി ഒരു കുന്നിൻ പുറത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു അത്ഭുതമാണെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം അത്രയ്ക്ക് അടിപൊളി അറ്റ്മോസ്ഫിയറാണ് ഗൈസ്. അങ്ങനെ അമ്പലമൊക്കെ ചുറ്റിക്കണ്ട് ദുർഗാദേവിനെ തൊഴുത് എൻ്റെ ആഗ്രഹങ്ങളൊന്നും പോലും വിടാണ്ട് ഞാൻ ദേവീനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചന്ദനമൊക്കെ വാങ്ങി ചന്ദനമൊക്കെ തൊട്ട് അപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഉപ്മാവും ചായയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറിയപ്പോൾ എന്തായാലും സാരിക്ക് എടുത്ത് വന്നതാ. എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കോപ്രായം കണ്ടിട്ടാ തോന്നുന്നുണ്ട് ആ ചേച്ചി കുറേ നേരം എന്നെ തന്നെ നോക്കിക്കുന്നത്. ഇതൊക്കെ ഇവിടുന്ന് കുട്ടിയും പറിച്ച് വരുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. എനിക്ക് പിന്നെ അത്ര ഉളുപ്പൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കുറേ തവണ സ്റ്റെപ്പ് കയറി ഇറങ്ങി ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്രമം അവിടെ ഉപേക്ഷിച്ച് എനിക്ക് കുറച്ച് തിരയണ്ടെന്ന് വിചാരിച്ചു. സൺസ്ക്രീൻ ഇട്ട ധൈര്യത്തിൽ കൊടയെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾക്ക് പോകുമ്പോൾ നല്ല രീതിക്ക് വെയിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പോക്കണ്ടാൽ തന്നെ തിരിയല്ലോ അല്ലേ. പോകുന്ന വഴിക്ക് ഒരു ഡാൻസ് റീൽസും കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ മനസ്സിലായിട്ടുണ്ട് ഇതും ഞങ്ങളെ കൊണ്ട് വെച്ചില്ലാന്ന്. അപ്പോഴത്തേക്കും പൊന്നേച്ചി പുതിയ ഐഡിയ വന്ന് സ്ലോ മോഷൻ വീഡിയോ. അപ്പോൾ ഗായ്സ് അതൊന്ന് കണ്ടാലോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് ഗായ്സ്. കൊയിലാണ്ടിയിലേക്ക് വരുമ്പോൾ ഈ ഒരു അമ്പലം വിസിറ്റ് ചെയ്യാൻ ആരും മറക്കരുത്, കാരണം അത്രയ്ക്ക് അടിപൊളി വൈബാണ് ഗായ്സ്. അപ്പോൾ അടുത്തൊരു വ്ളോഗ് വെച്ച് വരുന്നത് വരെ ബൈ ഗായ്സ്.